PMA ഗഫൂറിൻ്റെ വരൂ ഈ ചിറകിലൊളിക്കൂ എന്ന ഈ പുസ്തകത്തിൽ ഒടുക്കം ഒരു പിടി കഥകളല്ലേ നാം എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്. അതിൽ ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലോകത്തെ ഏറ്റവും സമൃദ്ധിയുള്ള സ്ഥലം ഏതാണ് എന്നതാണ് ചോദ്യം. അതിന് ശിഷ്യന്മാർ ഒരുപാട് മറുപടി പറയുന്നുണ്ട്. പാരീസ്, സ്വിറ്റ്സർലാൻഡ്, ഹോങ്കോങ്, നോർവേ, മൻഹാട്ടൻ, സാവോള്, ആഫ്രിക്കയിലെ സ്വർണ്ണഖനി മുതൽ അറേബ്യയിലെ എണ്ണപ്പാടങ്ങൾ വരെ, ഇങ്ങനെ പലതരത്തിലുള്ള മറുപടികൾ അതിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഗുരു അതൊന്നുമല്ല, മറ്റൊന്നാണ് ഉത്തരമായിട്ട് പറയുന്നത്. അതെ, ഭൂമിയിൽ ഏറ്റവും സമൃദ്ധിയുള്ള ഇടം വേറെയാണ്. ഗുരു അല്പനേരം ചിന്തയിലാണ്ടു. എന്നിട്ടിങ്ങനെ തുടർന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, ഖബറിടങ്ങളാണ് ഏറ്റവും സമൃദ്ധിയാൽ നിറയുന്നിടം. ഓർത്തു നോക്കൂ, എത്രയെത്ര സ്വപ്നങ്ങളാണ് ആ മണ്ണ് മൂടിക്കിടക്കുന്നത്. എത്ര വലിയ കിനാക്കളാണ് ഒറ്റ നിമിഷം കൊണ്ട് അവസാനിച്ചത്. സംഭവിക്കാതെ പോയ എത്ര പദ്ധതികൾ, എഴുതപ്പെടാതെ പോയ കവിതകൾ, രചിക്കപ്പെടാതെ പോയ പുസ്തകങ്ങൾ, പറയാതെ പോയ പ്രണയങ്ങൾ, പടുത്തുയർത്താതെ പോയ സാമ്രാജ്യങ്ങൾ, പുലരാതെ പോയ സ്നേഹനിമിഷങ്ങൾ, കീഴടക്കാതെ പോയ വിജയകുതിപ്പുകൾ, മറവിയായി മറഞ്ഞ മഹത്വങ്ങൾ, തീരാതെ പോയ വഴക്കുകൾ, ചോദിക്കാതെ വിട്ട മാപ്പപേക്ഷകൾ, അഥവാ ചെയ്തതിനും ചെയ്യാൻ കഴിയാതെ പോയതിനുമിടയിലുള്ള ഇത്തിരി ശ്വാസനേരങ്ങളാണ് നമ്മുടെ ജീവിതം. ആ ജീവിതകാലത്ത് ആവുന്നത്ര സന്തോഷിക്കുക, ആവുന്നത്ര നമ്മൾ കർമ്മനിരതരാവുക എന്നാണ് ഖബറിടങ്ങളിലെ, ശ്മശാനങ്ങളിലെ ഓരോ മൺകൂനുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആവുന്നത്ര ആസ്വദിക്കുക എന്ന് പറയുമ്പോൾ കേവലം ആസ്വാദനമല്ല. നമുക്കൊരു ആസ്വാദനം ഉണ്ടാകുന്നത് അതിൻ്റെ പിന്നിലൊരു കർമ്മം ഉള്ളപ്പോഴാണ്. വെറുതെ ഒരു ആസ്വാദനം അതൊരു ഒരു ശരിയായ സംഗതിയല്ല. വെറുതെ കൂടി സന്തോഷിക്കുക അങ്ങനെയല്ലല്ലോ. നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരു സംഗതി ചെയ്തു തീർക്കുന്നു. അത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദം. അതുകൊണ്ട് നമ്മൾ കർമ്മനിരതരായിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഉടനീളം നമ്മൾ പാലിക്കേണ്ടത്. പ്രവാചകൻ്റെ ഒരു ഹദീസുണ്ട്. നിങ്ങൾ ഇവിടെ കലാകാലവും ജീവിക്കും എന്ന ബോധത്തോടു കൂടി തന്നെ ജീവിക്കണം. എന്നാൽ ഏത് നിമിഷവും നിങ്ങൾ ഇവിടുന്ന് ഇല്ലാതായി പോകും എന്ന ബോധവും നിങ്ങൾക്കുണ്ടായിരിക്കണം. കുഞ്ഞിനുമാഷിൻ്റെ ഒരു കവിത ഇങ്ങനെയാണ്: മാനം നോക്കി നടക്കരുത്, മാനം നോക്കി നടക്കണം. എന്നുവെച്ചാൽ അതിൻ്റെ രണ്ട് അവസ്ഥകളാണ്. എപ്പോഴും നമ്മൾ ഇവിടുന്ന് ഇല്ലാണ്ടായി പോകും, ഏത് നിമിഷവും നമുക്ക് ഇവിടുന്ന് മടങ്ങിപ്പോകേണ്ടതുണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ആസ്വദിക്കാവൂ. ഇവിടുത്തെ സന്തോഷവും സുഖവും ഒക്കെ ആസ്വദിക്കുമ്പോൾ നമുക്ക് ഒരു ബോധം ഉണ്ടാവണം, ഞാനിതാ അടുത്ത നിമിഷം ഇവിടുന്ന് മരിച്ച് മടങ്ങിപ്പോകേണ്ടവനാണ് എന്ന്. എന്നാൽ ഞാൻ നാളെ മരിച്ചു പോകല്ലോ, ഞാനപ്പം മരിച്ചു പോകല്ലോ എന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതും മര്യാദയല്ല. കാരണം നമ്മുടെ പൂർവികർ, നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. ഓരോ മരത്തണലും അങ്ങനെയാണ്. ഓരോ പഴങ്ങളും നമ്മൾ ആഹരിക്കുന്നത് നമുക്ക് മുമ്പ് എന്നോ കഴിഞ്ഞു പോയ ആരോ നട്ടു നനച്ച മരത്തിൽ നിന്ന് വീഴുന്ന പഴങ്ങളാണത്. അതിൻ്റെ തണലാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അതുകൊണ്ട് വരും കാലത്തേക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു വെക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ നമുക്ക് കാലാകാലത്തേക്കും ജീവിക്കുക എന്ന ഒരു ബോധം തന്നെ വേണം. എനിക്ക് വേണ്ടി ഞാനൊരു മരം നടുകയാണ് എന്ന ഒരു ബോധത്തോടു കൂടി തന്നെ നമ്മൾ മരം നടുക. എന്നാൽ ഈ മരത്തിൽ നിന്ന് കായ് ഭക്ഷിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകും എന്ന് ഒരിക്കലും ഒരാളും ഉറപ്പിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ രണ്ടിനും ഇടയിലുള്ള ഒരു ജീവിതം, അതാണ് കുഞ്ഞിനി മാഷ് പറഞ്ഞത്. മാനം നോക്കി നടക്കരുത് എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ അന്തപ്പെട്ട് നടക്കരുത്. എന്നാൽ നിങ്ങളുടെ മാനം, അഭിമാനം അത് നിങ്ങൾ പരിഗണിക്കുകയും വേണം. ഇങ്ങനെയുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. ഓർമ്മയ്ക്കായി വല്ലതും തരുമോ എന്ന് ശ്രീബുദ്ധനോട് ചോദിക്കുമ്പോൾ ആനന്ദൻ്റെ കയ്യിലേക്ക് ശ്രീബുദ്ധൻ ഒരു മുല്ലപ്പൂ വെച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം വരെ അതിൻ്റെ സുഗന്ധം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ, പിറ്റേന്ന് ഉച്ച ആയപ്പോൾ, പിറ്റേന്ന് വൈകുന്നേരം ആയപ്പോൾ അതിങ്ങനെ കുറഞ്ഞു പോയി. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തീരെ പിന്നെ മണമില്ലാണ്ടായി. ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ കേവലം തൽക്കാലത്തേക്കുള്ള ഒരു സുഗന്ധം മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അങ്ങനെ അവസാനം ആർക്കൊക്കെ പറയാനുള്ള ചെറിയ ചെറിയ കഥകൾ മാത്രമാണ് നമ്മുടെ ജീവിതം എന്നാണ്. അതാണ് ഈ അധ്യായത്തിൻ്റെ പേര് വെച്ചിരിക്കുന്നത്. ഒടുക്കം ഒരു പിടി കഥകളല്ലേ നാം. നമ്മളെക്കുറിച്ച് ആളുകൾ പലതരത്തിലെ കഥകൾ പറയും നമ്മൾ മരിച്ചു പോയാൽ. പക്ഷേ ആ കഥകളിലൊക്കെ തന്നെ ഒരു സുഗന്ധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇവിടെ ജീവിക്കുന്ന കാലത്ത്
ചില നന്മകൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. അപ്പോഴേ ആളുകൾക്ക് അത് ഓർത്തുകൊണ്ട് ഇവന് ജീവിച്ച കാലത്ത് ചെയ്തതാണ് കേട്ടത്, ഇവന് ജീവിച്ചപ്പോൾ ചെയ്തതാണ്, ഇങ്ങനെയുള്ള കഥകൾ അവർക്ക് പറയണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് നന്മകൾ നല്ലത് ചെയ്തു വെക്കുക. അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെ ഒരു വാചകത്തിലാണ്: നെന്മണിയുടെ മുന്നിൽ 2 സാധ്യതകളുണ്ടല്ലോ, ഒന്നുകിൽ പത്തായത്തിൽ ഒളിച്ചിരിക്കാം, അല്ലെങ്കിലോ വയലിൽ പൊരുതി തളിർക്കാം. ആയുസ് കിട്ടിയവർക്കെല്ലാം ഈ 2 സാധ്യതകളും മുന്നിലുണ്ട്.